ദേവസ്വത്തിലെ ആനകൾക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്ക് തുടക്കമായി. കേരളത്തിലേക്ക് പുതുതായി ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ മാസങ്ങൾ കഴിഞ്ഞിട്ട് പൂർത്തിയായില്ല. റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലുങ്കിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത കുരുതിക്കളമാകുന്നു. നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ബസിന്റെ മരണപ്പാച്ചിൽ. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴക്കി. തിരുവത്ര കുഞ്ചേരിയിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് കടിയേറ്റു. 2 പേരെ കടിച്ച കുറുനരിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ വാഹന പാർക്കിംഗ് കീറാമുട്ടിയായി മാറി. തിരക്കേറിയ നഗരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. കാട്ടൂർ ചെമ്പൻചാലിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന ആക്ഷേപം. കാട്ടൂർ മുനയം താൽക്കാലിക ബണ്ട് മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ CV ബൈജു സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം തുടരുന്നു. ചെറുകിട മത്സ്യമേഖല ഇല്ലാതാകുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരി. നമസ്കാരം. വാർത്തകൾ വിശദമായി. കേരളത്തിലേക്ക് പുതുതായി ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുകയെന്ന് ദേവസ്വം ബോർഡുകളെ അറിയിച്ചിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിനുള്ള തടസ്സങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്ന കാര്യവും ആധികാരികമായി സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആനകളെ നടയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഗുണകരമായ ഒരു മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, വാർഡ് കൌൺസിലർ ശൈലജ സുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ട്. ചികിത്സാക്രമം കൊണ്ട് ലോക വെറ്റിനറി ഭൂപടത്തിൽ വരെ ഈ സുഖചികിത്സയ്ക്ക് ഇടം പിടിക്കാനായി. ഗുരുവായൂർ ആനത്താവളം സ്ഥാപിതമായിട്ട് 5 പതിറ്റാണ്ട് തികഞ്ഞുവെങ്കിലും ഇന്ന് കാണുന്ന തരത്തിലുള്ള സുഖചികിത്സയ്ക്ക് 35ാം പിറന്നാളാണ്. സാമൂതിരി രാജാവിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ചികിത്സാരീതി 1990കളിലാണ് ശാസ്ത്രീയമാക്കിയത്. ആനകളുടെ ആരോഗ്യ സംരക്ഷണവും ശരീരപുഷ്ടിയുമായിരുന്നു ലക്ഷ്യം. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ സമീകൃതാഹാരം ചിട്ടയോടെ നൽകുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗജസുഖ ചികിത്സയുടെ പ്രധാന സവിശേഷത. ആദ്യഘട്ടത്തിൽ ആനകളുടെ രക്തവും എരണ്ടവും ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തും. തുടർന്ന് ആനകൾക്ക് വിരമരുന്ന് നൽകും. പ്രത്യേക ആയുർവേദ ക്രമവും പിന്തുടരും. ഓരോ ആനയുടെയും തൂക്കം, പ്രത്യേകത എന്നിവ കണക്കിലെടുത്താണ് ആഹാരക്രമം തീരുമാനിക്കുന്നത്. അരി, ചെറുപയർ, റാഗി എന്നിവ വേവിച്ച് ചവിനപ്രാശം, അഷ്ടചൂർണം, ധാതുലവണം, മഞ്ഞൾപ്പൊടി എന്നിവ കൂട്ടിക്കലർത്തിയ ഉരുളയായാണ് ആനകൾക്ക് നൽകുന്നത്. വിസ്തരിച്ച തേച്ചുകുളി, വ്യായാമം എന്നിവയും ചികിത്സയുടെ ഭാഗമാണ്. ഈ ചികിത്സാരീതി ആനകളുടെ ആരോഗ്യനിലയിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കിയതായി ആനാ ചികിത്സാ വിദഗ്ധർ വിലയിരുത്തുന്നു. ആനകളുടെ തൂക്കത്തിലും അഴകിലും വലിയ മാറ്റം പ്രകടമാണ്. ഇതിനായി 12.5 ലക്ഷം രൂപയാണ് ചെലവിടുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ആദ്യ ദിനത്തിൽ എല്ലാ ആനകൾക്കും ചികിത്സ നൽകിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ 24 ആനകൾക്കാണ് ചികിത്സ നൽകുക. മദപ്പാടിൽ തളച്ചിരുന്ന 12 ആനകൾക്ക് നീരിൽ നിന്നഴിച്ച ശേഷമാണ് ചികിത്സ നൽകുക. ആന ചികിത്സ വിദഗ്ധന്മാരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് തുടങ്ങിയവരാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. സുഖചികിത്സ ജൂലൈ 30 സമാപിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ 2 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. കൊങ്ങണ്ണൂർ റോഡിന് സമീപം റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലുങ്കിന്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു.
അക്കിക്കാവ് മുതൽ പാറയമ്പാടം വരെയുള്ള കാലപ്പഴക്കം ചെന്ന് പൈപ്പ് പൊട്ടുന്നത് പതിവായതോടെയാണ് പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ തുടങ്ങിയത്. പഴയ പൈപ്പ് പൊട്ടി പലയിടത്തും വെള്ളം ഒഴുകുന്നത് റോഡ് നവീകരണത്തിന് തടസ്സമാകുന്നുണ്ട്. മഴക്കാലത്ത് കൊങ്ങണൂർ റോഡിന് സമീപം റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് കലുങ്ക് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ മെയ് മാസത്തിൽ പെയ്ത കനത്ത മഴ മൂലം നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. കാനയിലൂടെ വെള്ളമൊഴുകി വരുന്നത് മൂലം നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ ഈ ഭാഗത്ത് റോഡ് പണി വൈകുകയാണ്. സംസ്ഥാന പാതയിൽ അയ്യപ്പത്ത് റോഡ് മുതൽ അഗതിയൂർ ഭാഗം വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണം പൂർത്തിയായിട്ടില്ല. പാറയമ്പാടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം പോർക്കുളം പഴഞ്ഞി വഴിയാണ് സഞ്ചരിക്കുന്നത്. TCV ന്യൂസ് കുന്നംകുളം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത കുരുതിക്കളമാകുന്നു. നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി BM&BC നിലവാരത്തിൽ 105.12 കോടി രൂപ മുടക്കി നവീകരിച്ചതോടെ റോഡ് നന്നായെങ്കിലും റോഡിലെ വളവുകളും തിരിവുകളും മാറിയില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട പലയിടത്തും വീതിയുമില്ല. ഇതിനോടകം അപകടങ്ങളിൽ നിരവധി പേർക്കാണ് ഈ റോഡിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ചേലക്കോട് വെച്ച് സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചതാണ് അവസാന സംഭവം. നിരവധി പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. കൂടാതെ ചേലക്കോട് റോഡിന് വശങ്ങളിൽ സംരക്ഷണ ഭിത്തിയോ ആവശ്യമായിടങ്ങളിൽ കാനകളോ നിർമ്മിച്ചിട്ടില്ല. ഇതുമൂലം ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളവും മണ്ണും മണലും മറ്റും റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശീധരൻ പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റോഡ് പുനർനിർമ്മിച്ചുവെങ്കിലും പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ മറിഞ്ഞ യുവാവ് മരിച്ചയിടത്ത് നിർമ്മിച്ച കലുങ്കിന് വീതി കുറവാണെന്ന നിർമ്മാണ വേളയിൽ തന്നെ ആരോപണമുണ്ടായിരുന്നതാണ്. ഈ ഭാഗത്തുള്ള വളവ് നിവർത്താനും നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുറഹ്മാൻ ആരോപിച്ചു. TCV ന്യൂസ് ചേലക്കര. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ബസിന്റെ മരണപ്പാച്ചിൽ. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴക്കി. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ബസ്സുകളുടെ മരണപ്പാച്ചിലിന്റെ ഭീകരത വ്യക്തമാണ്. അമിത വേഗതയിൽ വന്ന ബസ് മറ്റു വാഹനങ്ങളെ മറികടന്ന് റോഡിന്റെ എതിർദിശയിലൂടെ പോകുന്നതും സ്കൂട്ടർ യാത്രക്കാരിയായ സ്ത്രീ നിയന്ത്രണം വിട്ട് റോഡിന്റെ വശത്തേക്ക് വാഹനവുമായി മാറേണ്ടി വരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. വർഷങ്ങളായി ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തുൾപ്പെടെ റോഡുകളിൽ ബസ്സുകൾ അമിത വേഗതയിലും മത്സരയോട്ടത്തിലും ഏർപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ബസ്സുകളുടെ അമിത വേഗം നിയന്ത്രിക്കാൻ അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തിരുവത്ര കുഞ്ചേരിയിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് കടിയേറ്റു. കാട്ടുശ്ശേരി രമണി, പെരിങ്ങാട് ഗോപി എന്നിവർക്കാണ് കടിയേറ്റത്. പോത്തിനെയും കുറുനരി ആക്രമിച്ചു. കുറുനരിയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിൽ വിളക്ക് കഴുകുന്നതിനിടെയാണ് രമണിക്ക് കടിയേറ്റത്. വീടിന് പുറത്തു നിൽക്കുമ്പോഴാണ് ഗോപിക്ക് കടിയേറ്റത്. ഇരുവരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാക്സിൻ നൽകി. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ വാഹന പാർക്കിംഗ് കീറാമുട്ടിയായി മാറി. തിരക്കേറിയ നഗരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പലതിലും പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ റോഡരികിലാണ് നിർത്തിയിടുന്നത്. എന്നാൽ ഇത്തരത്തിൽ നിർത്തുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തുന്നത് പതിവാണ്. വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വടക്കേനട മുതൽ ചന്തപ്പുര വരെയുള്ള പ്രദേശത്ത് റോഡരികിലെ പാർക്കിങ്ങിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വ്യാപകമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പാർക്കിംഗ് നിരോധനത്തിൽ ഇളവ് വരുത്തി. എന്നാൽ പലപ്പോഴും പോലീസ് വാഹന ഉടമകൾക്ക് പിഴ ചുമത്തുന്നുണ്ട്. മുഗൾ മാളിന് സമീപം വ്യാപാര സ്ഥാപനം നടത്തുന്ന നജീബ് തന്റെ സ്ഥാപനത്തിന് മുന്നിൽ വാഹനം നിർത്തിയതിന് പോലീസ് 4 വട്ടം പിഴ ഈടാക്കിയ സംഭവമുണ്ടായി. 3 പ്രാവശ്യം ഇതിനു മുമ്പ് ഫൈൻ അടിച്ചു. അങ്ങനെ മർച്ചന്റ് വഴിക്ക് നമ്മൾ പോലീസ് ഓഫീസറെ പോയി കണ്ടു. അപ്പോൾ അതിനുശേഷം കുറച്ച് നാളത്തേക്ക് ഫൈൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 26-ാം തീയതി വീണ്ടും വണ്ടിക്ക് ഫൈൻ അടിച്ചിരിക്കുകയാണ്. ഈ വണ്ടി കിടക്കുന്നത് കടയുടെ മുമ്പിൽ ഉള്ള പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. മുമ്പ് പണിതിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു കൃത്യമായ രീതിയിലുള്ള പാർക്കിംഗ് ഇല്ലാതെയാണ് കൊടുങ്ങല്ലൂർ ഉള്ളത്. അപ്പോൾ നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ ഉള്ള വണ്ടികൾക്കാണ് ഈ ഫൈൻ അടിക്കുന്നത്. ഇത്തരം ഫൈനടി കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന കച്ചവടക്കാർ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം കുറയുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് പോലീസ് പിഴ ചുമത്തുന്നത്. പോലീസിന്റെ പിഴ ഭയന്ന് പലരും നഗരത്തിലേക്ക് വാഹനം കൊണ്ടുവരാൻ മടിക്കുന്ന നിലയാണുള്ളത്. നഗരത്തിന് പുറത്തേക്ക് കച്ചവടം വഴിമാറുന്ന അവസ്ഥ ഉടലെടുക്കുമ്പോൾ പാർക്കിംഗ് നിരോധനം കൊടുങ്ങല്ലൂരിന് തലവേദനയായി മാറുകയാണ്. TCV കൊടുങ്ങല്ലൂർ. ഇടവേള.
നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കാട്ടൂർ ചെമ്പൻചാലിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പരാതിപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്ന് ആരോപണം. ചെമ്പൻചാലിലെ കടുത്ത വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾ 1 മാസമായി ബന്ധുവീട്ടിലും ക്യാമ്പിലുമാണ് അഭയം തേടിയിട്ടുള്ളത്. കരുവന്നൂർ പുഴയിൽ നിന്ന് വ്യാപകമായാണ് ഈ പ്രദേശങ്ങളിലേക്ക് ജലം ഒഴുകിയെത്തുന്നത്. കനോലി കനാലും കരുവന്നൂർ പുഴയും സംഗമിക്കുന്ന പ്രദേശത്താണ് കാട്ടൂർ പഞ്ചായത്തിലെ ഈ താഴ്ന്ന പ്രദേശം. മുനയത്ത് നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക ബണ്ടാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് വാർഡ് മെമ്പർ അംബുജ രാജൻ ആരോപിച്ചു. കനത്ത മഴയിൽ ബണ്ട് തകർന്നെങ്കിലും ബണ്ടിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കനോലി കനാലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതുമൂലമാണ് ചെമ്പൻചാലിലുള്ള അധിക ജലം ഒഴുകിപ്പോകാത്തതിന് കാരണമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. കഴിഞ്ഞ 30-ാം തീയതി തുടങ്ങി വെള്ളം കയറി തുടങ്ങിയതാണ്. ഇതുവരെയും ഇവിടുത്തെ വെള്ളത്തിന് പോകാനൊരു തടസ്സം പോലെ നിൽക്കുകയാണ്. ആ വെള്ളക്കെട്ട് മാറ്റാനായി ഒരു നടപടിയും ഇതുവരെ മുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. 2016 മുനയം ചീപ്പ് പുതിയതായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കൃഷിക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ബണ്ട് ഇടയ്ക്ക് പൊട്ടിച്ച് കളയുന്ന അവസ്ഥയിൽ അവർ പൊട്ടിക്കുന്നില്ല. അതിൻ്റെ മുകളിലെ മണ്ണ് മാത്രം മാറ്റി ആ കെട്ട് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം കരുവന്നൂർ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം ആ വെള്ളം പുഴയിലേക്ക് ഒഴുകി പോവാതെ ആ വെള്ളം അവിടെ സ്റ്റോറായിട്ട് തിരിഞ്ഞ് അകമ്പാടം വഴി അത് പള്ളിത്താഴം തോട് വഴി ചെമ്പൻചാലിലാണ് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളം ഇവിടെ നിന്ന് പോവാത്ത അവസ്ഥയിലാണ് വെള്ളം. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാൻ ഇതുവരെ തയ്യാറായില്ലെന്നും അവർ ആരോപിച്ചു. വെള്ളക്കെട്ട് പ്രദേശം കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ CL ജോയ്, ലോയിഡ് ചാലിശ്ശേരി, ജോൺ വെള്ളാനിക്കാരൻ, ചന്ദ്രൻ പുതുവീട്ടിൽ, ഗീതാ കുട്ടൻ എന്നിവർ സന്ദർശിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കാട്ടൂർ മുനയം താൽക്കാലിക ബണ്ട് മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ CB ബൈജു സന്ദർശിച്ചു. പ്രതിഷേധവുമായി കർഷക രംഗത്ത്. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥൻ സ്ഥലം സന്ദർശിച്ചത്. ബണ്ടിന്റെ ഭാഗങ്ങൾ യഥാസമയത്ത് മാറ്റാത്തത് മേഖലയിലെ കർഷകരെ കാര്യമായി ബാധിച്ചതായി കർഷകർ പറഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക ലാഭം ലഭിക്കാത്തത് മൂലമാണ് ബണ്ടിന്റെ ഭാഗങ്ങൾ നീക്കുന്നത് അനന്തമായി നീളുന്നതെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. മേഖലയിലെ വാഴകൃഷിയെയും മത്സ്യകൃഷിയെയും വെള്ളക്കെട്ട് കാര്യമായി ബാധിച്ചതായി കർഷകർ ചൂണ്ടിക്കാട്ടി. ജില്ലാ കോൾ കർഷക സമിതി അംഗം KH അബൂബക്കർ, കർഷക സംഘം നേതാവ് EC ജോൺസൺ എന്നിവരുമാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഒരാഴ്ചയ്ക്കകം ബണ്ടിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്ത് കനോലി കനാലിലെ ഒഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VA ബഷീർ, പഞ്ചായത്ത് അംഗങ്ങളായ വിമല സുഗുണൻ, രമാബായ് തുടങ്ങിയവരും സന്ദർശന സ്ഥലത്ത് ഉണ്ടായിരുന്നു. ചെറുകിട മത്സ്യമേഖല ഇല്ലാതാകുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം മമ്മിയൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം ശ്രമത്തിനെതിരെ ട്രേഡ് യൂണിയൻ സംഘടനകൾ രംഗത്ത് വരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടപടികൾക്ക് വേഗത കുറഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിയണം. തീരക്കടലിൽ വന്ന് ധാതു വിഭവങ്ങൾ ഖനനം ചെയ്യാൻ വൻകിട കമ്പനികൾ ശ്രമിച്ചാൽ കടലിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരും. മത്സ്യത്തിൻ്റെ പ്രജനനം കുറയും. തീരക്കടലിൽ മത്സ്യസമ്പത്തുണ്ടാവില്ല. ആധുനിക കപ്പലുകളോ ബോട്ടുകളോ ഉപയോഗിച്ച് ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന പോലെ ചെറിയ വള്ളങ്ങളിലോ ചെറിയ ബോട്ടുകളിലോ ഉപജീവനത്തിനു വേണ്ടി തൊഴിൽ ചെയ്യുന്നവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയില്ല. അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ, അവരെ സമരസജ്ജരാക്കാൻ ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനം വളരെ സജീവമായി നടക്കണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ദൈനംദിനമായി ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്ക് കഴിയുന്നുണ്ടോ?
ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പി ചിത്തരഞ്ജൻ MLA, NK അക്ബർ MLA, UP ജോസഫ്, പ്രസന്നകുമാരി, TT ശിവദാസ്, U സൈനുദ്ദീൻ, ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ പതാക ഉയർത്തി. 2 ദിവസങ്ങളായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 310 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനം ബുധനാഴ്ചയും തുടരും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പിറന്നാൾ നിറവിൽ തൃശൂർ ജില്ല. 1949 ജൂലൈ 1 രൂപീകൃതമായ തൃശൂർ 76ാം പിറന്നാളിന്റെ മാധുര്യം. വലിയ വീക്ഷണമുള്ള ഭരണാധികാരികളും ജനങ്ങളുമൊക്കെ നഗരത്തിൻ്റെ വികസനത്തിലും അതിൻ്റെ വളർച്ചയിലും തൽപരരായിരുന്നു. അങ്ങനെ തൽപരരായിട്ടുള്ള ആളുകളുണ്ടായിരുന്ന കാലത്താണ് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമുക്ക് ബാങ്കുകളും നമുക്ക് പാഠശാലകളും ഒക്കെ ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പുതിയ 2025 നിന്ന് അടുത്ത 25 വർഷത്തേക്കുള്ള ഒരു വലിയ വികസനം സംബന്ധിച്ച നിലനിൽക്കാവുന്ന വികസനം സംബന്ധിച്ച ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നിലനിൽക്കാവുന്ന വികസനം സംബന്ധിച്ച ഒരു വലിയ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ രൂപപ്പെടുത്തേണ്ട കാലം തീർച്ചയായിട്ടും അതിക്രമിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ കാണുന്ന തൃശ്ശൂർ പൂരവും തൃശ്ശൂരിൻ്റെ അഭിമാനമാണ്. TCV തൃശ്ശൂർ. നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രസവിച്ചയുടനെ കുഞ്ഞുങ്ങളെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ മാതാപിതാക്കളെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് പുതുക്കാട് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം അപേക്ഷ നൽകും. കേസിൽ പ്രതികളായ നൂലുവള്ളി മുല്ലയ്ക്കപ്പറമ്പിൽ അനീഷ്, കാമുകൻ ആമ്പല്ലൂർ സ്വദേശി ഭവിൻ എന്നിവരെ കോടതി തിങ്കളാഴ്ച റിമാൻഡ് ചെയ്തിരുന്നു. 24 മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും പ്രതികളുടെ മൊഴിയിൽ ഇപ്പോഴും പൊരുത്തക്കേടും അവ്യക്തതയുമുണ്ട്. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന അനീഷയുടെ രഹസ്യബന്ധവും ഗർഭകാലവും പ്രസവവും അമ്മയോ അയൽവീട്ടുകാരോ അറിഞ്ഞില്ല എന്ന മൊഴി ഇപ്പോഴും ദുരൂഹമാണ്. മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടുപറമ്പിൽ കുഴിച്ചിട്ട ആദ്യത്തെ കുട്ടിയുടെ അസ്ഥികളും ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥികളും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പ്രതികളല്ലാതെ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിവില്ല. അനീഷ 2 തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചുമൂടിയതും മറ്റാരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴിയും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് പറയുന്നു. കുന്നംകുളം സ്വദേശിയായ യുവാവിനെ തെലങ്കാനയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം മങ്ങാട് കുറുമ്പൂർ ശ്രീനിവാസന്റെ മകൻ 37 വയസ്സുള്ള ശ്രീബനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്യാസം സ്വീകരിച്ച് നേപ്പാൾ ആശ്രമത്തിൽ കഴിയുകയായിരുന്നു ശ്രീബൻ. നേപ്പാളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴിയിൽ തെലങ്കാനയിലെ കമ്മം സ്റ്റേഷനടുത്ത് റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്ന നിലയിൽ ട്രെയിനിൽ നിന്നും നാട്ടിലെ സുഹൃത്തിനെ വിളിച്ചിരുന്നു. ഫോൺ സംഭാഷണത്തിന് ശേഷം മണിക്കൂറുകൾക്കകമാണ് മരിച്ചതായി വിവരം ലഭിക്കുന്നത്. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് കാണിച്ച് ബന്ധുക്കൾ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട് റെയിൽവേ വിഭാഗത്തിനും കുന്നംകുളം പോലീസിനും പരാതി നൽകി. ചാലക്കുടി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറി അടച്ചുപൂട്ടിയ നഗരസഭയുടെ നടപടി വിവാദമായതോടെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഐക്യദാർഢ്യവുമായി സർവീസ് സംഘടനകൾ രംഗത്ത്. വിവിധ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ഉദ്യോഗസ്ഥർ പ്രകടനത്തിൽ പങ്കെടുത്തു. തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പോൾ ഇടയനാട് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. LDF സർക്കാർ ജീവനക്കാരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു അഭിപ്രായപ്പെട്ടു. കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ വഞ്ചനാ ദിനം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി VA ഷാജു, സംസ്ഥാന കൌൺസിൽ അംഗം MG രഘുനാഥ്, ബ്രാഞ്ച് ട്രഷറർ TA അൻസാർ, ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് PA ദീപു തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ കുറിക്കമ്പനിയുടെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിലായി. എറിയാട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ആതിര കുറിക്കമ്പനിയിൽ നിക്ഷേപം സ്വീകരിച്ച് പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ പള്ളിപ്പുറം സ്വദേശികളായ രണ്ടുതൈക്കൽ വീട്ടിൽ ആന്റണി, സഹോദരൻ ജോൺസൺ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 2 പേരിൽ നിന്നായി 9,88,500 രൂപയാണ് ഇവർ കൈപ്പറ്റിയത്.
നിക്ഷേപ തുക തിരികെ ലഭിച്ചില്ലെന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മറ്റൊരു തട്ടിപ്പ് കേസിൽ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ ജയിലിൽ തടവിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ, സബ് ഇൻസ്പെക്ടർ ടി എം കശ്യപൻ, സീനിയർ CPO ഗോപകുമാർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാവക്കാട് പോത്തൻ വലകൾ ഉപയോഗിച്ച് അടിയൂറ്റൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന 4 മത്സ്യബന്ധന യാനങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. അണ്ടത്തോട് സ്വദേശി മാമദിന്റെ ഉടമസ്ഥതയിലുള്ള 2 വള്ളങ്ങളും മണത്തല സ്വദേശി രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രജിസ്ട്രേഷൻ നടത്താത്ത 2 വള്ളങ്ങളുമാണ് പിടിച്ചെടുത്തത്. വള്ളത്തിലുണ്ടായിരുന്ന ചെമ്മീൻ ലേലം ചെയ്ത് കിട്ടിയ തുക സർക്കാരിലേക്ക് അടച്ചു. വള്ളങ്ങളുടെ ഉടമകൾക്കെതിരെ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി പൂർത്തിയാക്കി പിഴ ചുമത്തും. അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഷി, അവിനാശ് തുടങ്ങിയവർ പ്രത്യേക പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ വരാക്കരയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചേർപ്പുകാരൻ വീട്ടിൽ ദേവന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞത്. കൈവരിയും പമ്പ് സെറ്റും കിണറിലേക്ക് പതിച്ചു. കിണർ താഴ്ന്നതോടെ വീടിന്റെ ചുമരും അപകടാവസ്ഥയിലായി. വലിയ ശബ്ദത്തോടെയാണ് കിണർ ഇടിഞ്ഞത്. ഈ സമയത്ത് ദേവനും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അളഗപ്പനഗർ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. നമ്മുടെ സമൂഹം കുട്ടികൾക്ക് നല്ല മാതൃകയാകണമെന്നും നല്ല മനുഷ്യനാകുകയെന്നതാണ് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നതെന്നും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ അധ്യാപക രക്ഷാകർതൃദിനവും അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. SSLC പരീക്ഷ ഒന്നിന്റെയും അവസാനമല്ല, വരാനിരിക്കുന്ന പൊതുപരീക്ഷകളുടെ തുടക്കം മാത്രമാണ്. 100% വിജയം നേടുന്നതിനപ്പുറം പാഠ്യേതര വിഷയങ്ങളിലും ഒല്ലൂരിന്റെ അഭിമാനമാണ് സെന്റ് മേരീസ് സ്കൂളെന്നും സ്കൂളിന്റെ വിജയസൂചകമായി MLA ഫണ്ടിൽ നിന്ന് സ്കൂളിന്റെ എന്താവശ്യം ചോദിച്ചാലും അതിനുള്ള ഫണ്ട് ഈ അധ്യയന വർഷം തന്നെ അനുവദിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. PTA പ്രസിഡന്റ് ജോസ് ചാക്കോള അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ മേരിമാതാ ചർച്ച് വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിബിയ തെരേസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ ഹെംബലിൻ, സ്റ്റാഫ് പ്രതിനിധികളായ PL ലിലു, ബിനി ജോർജ്, MPTA പ്രസിഡന്റ് മിനി ഡെന്നി തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. മഴ ഒഴിഞ്ഞിട്ടും വെള്ളക്കെട്ടൊഴിയാത്തതിനാൽ അന്തിക്കാട് പഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിലെ 17 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. വീടുകൾക്ക് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ശുചിമുറികൾ ഉപയോഗിക്കാനോ വീടിനുള്ളിൽ വെള്ളത്തിന്റെ ഈർപ്പവും പുറത്ത് ചളിയുമായതിനാൽ താമസിക്കാനോ കഴിയാത്ത സാഹചര്യമാണ്. 17 കുടുംബങ്ങളെ അന്തിക്കാട് KGM LP സ്കൂളിലെ ക്യാമ്പിലേക്കാണ് മാറ്റിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, വാർഡ് അംഗങ്ങൾ, വില്ലേജ് ഓഫീസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സെന്റർ യൂണിറ്റ് കൺവെൻഷൻ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ് ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ യൂണിറ്റ് പ്രസിഡന്റ് VT ശ്രീധരൻ അധ്യക്ഷനായി. യോഗത്തിൽ പാലിയേറ്റീവ് കെയർ നിസ്വാർത്ഥ സേവനത്തിന് ബഹുമതി ലഭിച്ച യൂണിറ്റ് അംഗം വസന്തകുമാരിയെ ആദരിച്ചു. PS വിഷ്ണു, VR അമ്പി, MK വേലായുധൻ, T രാജഗോപാൽ, VC ഗീവർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂരിൽ മദ്യലഹരിയിൽ അപ്പാർട്ട്മെന്റിലെ റിസപ്ഷനിസ്റ്റിനെയും സുഹൃത്തിനെയും ആക്രമിച്ച 3 പേർ അറസ്റ്റിലായി. എറിയാട് സ്വദേശികളായ ഇഴവഴിക്കൽ അബ്ദുൾ റഹീം, വാഴക്കാലയിൽ അഷ്കർ, കൈതക്കപ്പറമ്പിൽ ആഷിഫ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചന്തപ്പുരയിലെ സ്റ്റൈൽ ഹോം അപ്പാർട്ട്മെന്റിൽ മുറിയെടുക്കാനെത്തിയ പ്രതികൾ റൂമിലേക്ക് ഭക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. അപ്പാർട്ട്മെന്റിലെ റിസപ്ഷനിസ്റ്റ് തരുപ്പീടികയിൽ വീട്ടിൽ മുഹമ്മദ് നൌഫൽ, സുഹൃത്ത് ചൂളക്കടവിൽ വീട്ടിൽ മുഹമ്മദ് അൽതാബ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ, സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ്, സിപിഒമാരായ അബീഷ്, ജോസഫ്, ധനേഷ്, ഷമീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നെല്ല് സംഭരണമടക്കമുള്ള കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ച് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ, കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ എന്നിവരുൾപ്പെട്ട സമിതി വിവിധ ജില്ലകളിലെത്തി നെൽകർഷകരിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കും. പ്രതിനിധി സംഘം ജൂലൈ 3-ന് തൃശൂർ, 4-ന് പാലക്കാട്, 6-ന് ആലപ്പുഴ ജില്ലകളിലെത്തി കർഷകരെ കാണും. നെല്ല് സംഭരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരെ ആദരിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷയായി. വെറ്റിനറി ഡോക്ടർ സെബി, ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ ദിൽസ, ഡോക്ടർ പ്രിയ, ഹോമിയോ ഡോക്ടർ സുഹാന, CHC ഡോക്ടർമാരായ ഡോക്ടർ ഫ്രാൻസിസ് ജിമ്മി ജോസ്, ഡോക്ടർ ഗഫൂർ, വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹസീന താജുദ്ദീൻ, മൻസൂർ അലി, ശുഭ ജയൻ, മെമ്പർമാരായ റാഹില വഹാബ്, AV അബ്ദുൽ ഗഫൂർ, മുഹമ്മദ് PA, അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ്, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ദുക്രാന തിരുനാളായ ജൂലൈ 3-ന് ഹയർ സെക്കൻഡറി സേ പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് നടത്താൻ സർക്കുലർ ഇറക്കിയ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിൽ കത്തോലിക്ക കോൺഗ്രസ് പാലയൂർ ഫൊറോന സമിതി പ്രതിഷേധം രേഖപ്പെടുത്തി. കത്തോലിക്ക കോൺഗ്രസ് പാലയൂർ ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോവി കുണ്ടുകുളങ്ങര യോഗം ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പാലയൂർ ഫൊറോന പ്രസിഡന്റ് ജോഷി കൊമ്പൻ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ജോയിന്റ് സെക്രട്ടറി മേഴ്സി ജോയ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരായ തോമസ് ചിറമൽ, PI ലാസർ, ഫൊറോന സെക്രട്ടറി ജോർജ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 65ാമത് വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. KVVS ജില്ലാ സെക്രട്ടറി MK പോൾസൺ, KVVS കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കൺവീനർ സോണി സക്കറിയ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി KM അബൂബക്കർ, നിയോജക മണ്ഡലം ട്രഷറർ ജിനീഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടർച്ചയായി 33ാമത്തെ വർഷവും KP സാക്സൺ തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി KM അബൂബക്കറും ട്രഷററായി MK പോൾസണും തുടരും. കുന്നംകുളം നഗരസഭ ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർ വെച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഭിന്നശേഷിക്കാർക്ക് ഇന്നിവിടെ നൽകുന്നത്. അതിൽ 37 പേർക്കുള്ള ഉപകരണങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നു. ഇപ്പോൾ ചെയർപേഴ്സൺ സൂചിപ്പിച്ചല്ലോ, 20 പേർക്കുള്ള കേൾവി കുറവുള്ള ആളുകൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ക്രിയേറ്റീവ് കോർണർ ആരംഭിക്കും. പാഠ്യേതര മികവുകൾ ശാസ്ത്രീയമായി പരിപോഷിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായാണ് UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പദ്ധതി നടപ്പാക്കുന്നത്. SSK നടപ്പാക്കുന്ന ക്രിയേറ്റീവ് കോർണറിന് ആവശ്യമായ ശാസ്ത്ര സാങ്കേതിക സഹായം ഒരുക്കുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. മാള BRCയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക. ഇതിനായി 5 ലക്ഷം രൂപയുടെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കേക്ക് നിർമ്മാണം, തയ്യൽ തുടങ്ങിയ തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകും. വെള്ളിയാഴ്ച രാവിലെ 11-ന് VR സുനിൽകുമാർ MLA ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനം ചെയ്യുമെന്ന് PTA പ്രസിഡന്റ് PR ബിനുരാജ്,
പ്രധാനാധ്യാപിക MD ജീജ തുടങ്ങിയവർ അറിയിച്ചു. വേലൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ആരംഭിച്ചു. വേലൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം തുടങ്ങിയ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടുകത്തിയുമായി യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സമിതി സ്വദേശി കിഴക്കേ വളപ്പിൽ വീട്ടിൽ മനോജിനെയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. യുവാവിനെ സ്കൂട്ടർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറ് വെമ്പലൂർ താണിയം ബസാർ സ്വദേശി പിണ്ടിയത്തുപടി വീട്ടിൽ പ്രദീപിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. താണിയം ബസാർ സ്വദേശി കാട്ടിൽ വീട്ടിൽ അഭിനന്ദനെയാണ് പ്രദീപ് സ്കൂട്ടർ ഇടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ അശ്വിൻ റോയ്, മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രബിൻ, CPO ബബീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാതെ വഞ്ചിച്ചുവെന്നാരോപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സബ് ട്രഷറിയുടെ മുമ്പിൽ കരിദിനം ആചരിച്ചു. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TT ബെന്നി അധ്യക്ഷനായി. MS വാസുദേവൻ, തോമസ് കാറളത്തുകാരൻ, ഡേവിസ് വറീദ്, മോഹൻലാൽ, വർഗീസ് തെക്കേത്തല, CP മണി തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. സംസ്ഥാന സെക്രട്ടറി KK കബീർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് TB ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ്, വൈസ് ക്യാപ്റ്റൻ ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ്, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, സുനിൽ മഹാദേവ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറം ചന്തയിലെ മുസിരിസ് സെന്റ് തോമസ് കപ്പേളയിൽ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളിനും കോട്ടപ്പുറം രൂപതാ ദിനാഘോഷത്തിനും കൊടിയേറി. വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് രൂപതാ എപ്പിസ്കോപ്പൽ വികാരി ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശനം ഫാദർ ആൽഫിൻ ജുഡ്സന് നൽകി ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ നിർവഹിച്ചു. ജൂലൈ 3 കോട്ടപ്പുറം സെന്റ് തോമസ് കപ്പേളയിലേക്ക് നടക്കുന്ന പ്രവേശന പ്രദക്ഷിണത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിനൊപ്പം രൂപത ഇടവക സന്യസ്ത പ്രതിനിധികളും രൂപതയിലെ വൈദികരും അണിനിരക്കും. ഇതുവഴി കടന്നുപോയി ഈ നിലയിലൊക്കെ രൂപതയുടെ തന്നെ വിശുദ്ധ തോമസ് ലീഹായെ നമ്മൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. മെഡിക്കൽ കോളേജ് സബ് ട്രഷറിക്ക് മുമ്പിൽ നടന്ന കരിദിനാചരണം അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. KSSPA വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സെക്രട്ടറി AN ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. അവണൂർ യൂണിറ്റ് പ്രസിഡന്റ് V കരുണാകരൻ, AS നദീറ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടേഴ്സ് ദിനത്തിൽ എടവിലങ്ങ് പഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ സൈദയെ എടവിലങ്ങ് ഗവൺമെന്റ് LP സ്കൂളിലെ ഹെൽത്ത് ക്ലബ്ബ് ആദരിച്ചു. വിദ്യാലയത്തിലെ വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പ്രധാനാധ്യാപകൻ PN ഔഷാദ് ഡോക്ടർ സൈദയെ പൊന്നാട അണിയിച്ചു. ഹെൽത്ത് ക്ലബ്ബ് കൺവീനർ ലൂർദ് മരിയ, ഷാമിലി തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഗഫൂർ, SRG കൺവീനർ ജിനി ജോസ്, അധ്യാപികമാരായ ദേവി, ഷാഹിദ എന്നിവർ നേതൃത്വം നൽകി. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർമാരെ അനുമോദിച്ചു. ഹോമിയോപ്പതി ഡോക്ടർ രജനി സുകുമാരൻ, അലോപ്പതി ഡോക്ടർ ജഗദീഷ് രാജ് എന്നിവരെയാണ് അനുമോദിച്ചത്. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ചു. ആശാവർക്കർ സുശീല രാജൻ, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, അങ്കണവാടി ഹെൽപ്പർ നിമ്മി, രേണുക, റിജു തുടങ്ങിയവർ സംസാരിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾക്ക് 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്ക് തുടക്കമായി. കേരളത്തിലേക്ക് പുതുതായി ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലുങ്കിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത കുരുതിക്കളമാകുന്നു. നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ബസിന്റെ മരണപ്പാച്ചിൽ. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴക്കി. തിരുവത്ര കുഞ്ചേരിയിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് കടിയേറ്റു. 2 പേരെ കടിച്ച കുറുനരിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ വാഹന പാർക്കിംഗ് കീറാമുട്ടിയായി മാറി. തിരക്കേറിയ നഗരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥയായി. കാട്ടൂർ ചെമ്മൻചാലിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന ആക്ഷേപം. കാട്ടൂർ മുനയം താൽക്കാലിക ബണ്ട് മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ CP ബൈജു സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം തുടരുന്നു. ചെറുകിട മത്സ്യമേഖല ഇല്ലാതാകുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.